കുറച്ച് ദിവസമായിട്ട് ഞാൻ പിൻട്രസ്റ്റിലും യൂട്യൂബിലും ഒക്കെ കാണുന്നൊരു സംഭവമാണ് ഇത് മൂൺ ലാമ്പ്. അങ്ങനെയാണെങ്കിൽ ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കിയേക്കാമെന്ന് കരുതി ഞാൻ ഉണ്ടാക്കിയ മൂൺ ലാമ്പാണിത്. എൻ്റെ കയ്യിൽ സ്ട്രിപ്പ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫെയറി ലൈറ്റ് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ മൂൺ ലാമ്പേ. എന്നാൽ പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോഴതാണ്ട് മൂൺ ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് 2 കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ ഇത് രണ്ടും ഒരേ സൈസാണ് കേട്ടോ. ഒന്നിൻ്റെ ഉൾഭാഗം ഞാൻ വെട്ടിക്കളഞ്ഞേക്കുന്നതേ ഉള്ളൂ. അടുത്തത് വൈറ്റ് പുട്ടിയാണ് കേട്ടോ. വൈറ്റ് പുട്ടി എടുത്ത് മിക്സ് ചെയ്ത് ഇതേപോലെ മുറിച്ച് കൊടുത്ത് ബ്രഷ് ഒന്നും ഉപയോഗിക്കേണ്ട, കൈ ഉപയോഗിച്ച് നമ്മുടെ മൂണില്ലേ അതിൻ്റെ ആ ഒരു സർഫസൊക്കെ നമ്മൾ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ അമ്പിളിയമ്മാമ സുന്ദരനാണെങ്കിലും അടുത്തെത്തുമ്പം ആളുടെ സർഫസ് മുഴുവനും കുണ്ടും കുഴിയാണെന്ന് പണ്ടേ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതുകൊണ്ട് ഒക്കുന്നത്ര കുഴിയും കുത്തും ഒക്കെ ഇട്ടങ്ങ് എടുത്തോളണം കേട്ടോ. അങ്ങനെ തന്നെ കുഴിയും കുത്തും ഒക്കെ ഇട്ട് അമ്പിളിമാമനെ ഞാൻ ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം അത്യാവശ്യം നമ്മുടെ അമ്പിളിമാമൻ്റെ സർഫസ് പോലൊക്കെ ആയിട്ടില്ലേ. എന്നിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മറ്റേ റൗണ്ട് പീസില്ലേ അതെടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് അങ്ങ് ഒട്ടിച്ച് കൊടുക്കുന്നു. ഞാൻ എളുപ്പത്തിന് വേണ്ടി ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. അതേ മെത്തേഡിൽ ഒട്ടിച്ചൊട്ടിച്ച് താണ്ടെ അതിൻ്റെ ആ പുറം ഭാഗമില്ലേ അത് ഞാൻ ഫുള്ള് കവർ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ഇനി പെയിൻറ്റിങ് ആണ്. വൈറ്റിനകത്ത് ഒരു പിഞ്ച് ഓഫ് ബ്ലാക്ക് മിക്സ് ചെയ്ത് ഈ കളറാക്കി ഇത് ഫുള്ളായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുവേ. കുട്ടിയിൽ അത്യാവശ്യം കുഴിയും കുത്തും ഒക്കെ ഇട്ടാണല്ലോ നമ്മുടെ അമ്പിളിയമ്മനെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കളർ അപ്ലൈ ചെയ്യുമ്പോൾ ഇതേപോലെ കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ നമ്മൾ പണ്ട് പുസ്തകത്തിൽ കണ്ടിട്ടുള്ള അമ്പിളിയമ്മാമൻ്റെ സർഫസ്. ഇതിനുള്ളിൽ ലൈറ്റ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ സ്ട്രിപ്പ് ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ഫെയറി ലൈറ്റ് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. ഇത് എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലാണ് ഒട്ടിച്ചെടുത്തത്. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റായിട്ട് പറയണേ. അതേപോലെ സമയം കിട്ടുമ്പം ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നമുക്ക് ഭിത്തിയിലൊക്കെ വെക്കുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഗമ്മയിൽ പറയാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തേക്ക് ടാറ്റ പറയുമല്ലേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തേക്ക് ടാറ്റാ.